എല്ലാവർക്കും നമസ്കാരം. സന്തോഷ വാർത്ത. ഇന്ന് കേസ് ഉണ്ടായിരുന്നു, ഇന്നില്ല, നാളെ ട്യൂസ്ഡേ. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇൻഫാക്ട് എൻ്റെ സ്വർണം, എൻ്റെ വണ്ടി ഒന്നും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. ഈ പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പാണ്ടിതുറ അണ്ണൻ വീണ്ടും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാണ്ടാ സൗഖ്യമായി ഇരിക്ക അണ്ണാച്ചി? അണ്ണാച്ചി എപ്പടി ഇருக்கு தெரியாது. അണ്ണാച്ചി, ഞാൻ ഒരു കാര്യം സീരിയസ്ലി പറയാം. സ്വന്തമായിട്ട് ഒരു ഉളുപ്പൊക്കെ തോന്നുന്നില്ലേ മനുഷ്യനായ? അത് കുറച്ച് വേണം കേട്ടോ. അണ്ണനെ കണ്ടിട്ട് എനിക്ക് ഉളുപ്പെന്ന് പറഞ്ഞാൽ എന്തെന്നേ അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നുണ്ടാ റാങ്ങ, ദിസ് ഈസ് റാങ്ങ. ഈ ഒരു സെറ്റപ്പിൽ ഇരിക്കുന്നല്ലാണ്ട് ഉളുപ്പ് ഇങ്ങനെ മനുഷ്യന്മാര്. അപ്പൊ നമുക്ക് വിശദമായിട്ട് വീഡിയോകളെല്ലാം പരിശോധിക്കാം. നമ്മുടെ ബാല, ആക്ടർ ബാല, 1 2 3 4 കല്യാണം കഴിച്ച നീ അരുടാ നീ. യോഗമടാ യോഗം. ആദ്യം ഒരു ഭാര്യ, പിന്നെ അമൃത, എലിസബത്ത്, ഇപ്പൊ കോകില. അതിൽ 250 കോടി എന്റെ സ്വത്ത് ഞാൻ എടുത്ത് കോകിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ബാല അണ്ണൻ പറയുന്നത്. അണ്ണൻ ഈ 250 കോടി സ്വത്ത് എവിടെ നിന്ന്? ഒരു ഇൻകം ടാക്സ് വരേണ്ടി വരുമോ? എന്തായാലും 250 കോടി സ്വത്തൊക്കെ ഉണ്ടായിരുന്നിട്ട് അണ്ണ ഇങ്ങനെ മാച്ച് ഔച്ചാന്നൊക്കെ പറഞ്ഞ് നടക്കാണ്. അണ്ണ പാരമ്പര്യമായിട്ട് റിച്ച് ആണെന്നൊക്കെ അറിയാം. എങ്കിലും ഞാൻ പറഞ്ഞാണല്ലോ, എങ്കിലും വെറുതെ 250 കോടി സ്വത്തൊക്കെ എടുത്ത് കോകിലേക്ക് കൊടുക്കണമെങ്കിൽ ബാക്കി അണ്ണൻ്റെ എത്ര സ്വത്ത് കാണും? ഇൻകം ടാക്സ് ഒന്ന് വരുന്നത് നല്ലതായിരിക്കും. ബാലാരെ വീട്ടിലേക്ക് ഇൻകം ടാക്സ് റൈഡ് നല്ലതാണ്. അത് താമസിയാതെ വരും. പ്രതീക്ഷിക്കാം. ഓൾ ദ ബെസ്റ്റ്. പ്രാർത്ഥിക്കാം കേട്ടോ ഞാൻ. അപ്പം നമുക്ക് തുടങ്ങാം. അതായത് അണ്ണൻ 1 കെട്ടി, 2 കെട്ടി, 3 കെട്ടി. ഈ 3 വരെ മൂഞ്ചിച്ചു അങ്ങനെ അണ്ണൻ. ഇപ്പൊ കോകിലെ കെട്ടി. കോകില അണ്ണൻ പറയുന്ന പോലെയൊക്കെ കേട്ട് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇടി ചവിട്ടൊക്കെ വാങ്ങിച്ച് അവിടെ സുഖമായിട്ട് ഇരിപ്പുണ്ട്. ഇടി കിട്ടുന്നുണ്ടോന്ന് അറിയത്തില്ല. കോകില എന്തായാലും ഓക്കെയാണ്. പിന്നെ 250 കോടി സ്വത്തും കോകിലയുടെ പേരിൽ കിട്ടിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ 2 അടി കൊണ്ടാലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡിൽ ഇരിക്കുന്നതായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ അമൃത അനുഭവിച്ചിട്ടുള്ള ക്രൂരതയ്ക്ക് ഒരു കൈയും കണക്കില്ല. അന്ന് പാപ്പു അടക്കം വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ പേര് പാപ്പുവിനെ നെഗറ്റീവ് പറഞ്ഞു. അമൃത പാപ്പുവിനെ വിട്ട് ജയിപ്പിച്ച വീഡിയോ ആണ്. അങ്ങനെയൊന്നും അല്ല. കുട്ടിക്കാലത്ത് നമ്മളെ പല കാര്യങ്ങളും സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. നമുക്ക് കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒരിക്കലും ഓർമ്മ കാണത്തില്ല. പക്ഷേ എന്തെങ്കിലും വേണ്ടാത്ത ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്ന ഇൻസിഡൻറ്റുകളോ നമ്മൾ ഈ ഒരു പ്രായമായാലും മറക്കില്ല. എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇപ്പം 4, 5, 3 ഒക്കെ പഠിക്കുന്ന സമയത്ത് ചില ഞെട്ടിക്കുന്ന ഇൻസിഡൻറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ അന്ന് കാണാൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും കണ്ട ഇൻസിഡൻറ്റ്, ഇതൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നമ്മുടെ ഒരു മുക്കിലവിടെ കിടക്കും. അങ്ങനെ ഈ പറയുന്ന പാപ്പു ഒരു സമയത്ത് അനുഭവിച്ചതും കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ പാപ്പുവിൻ്റെ മനസ്സിൽ കിടക്കുകയും അതിനെ തുടർന്നാണ് പാപ്പു വന്ന ഒരു ദിവസം ഒറ്റയ്ക്ക് ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. മനസ്സിലായോ? അത് അപ്ലോഡ് ചെയ്ത് ചിലപ്പോൾ വീട്ടുകാരായിരിക്കും വാട്ട് എവർ ഹൂവർ എന്ത് തേങ്ങയാലും ആ കൊച്ചു അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ കൊച്ചു കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് ആ കൊച്ച് ആ വീഡിയോയിൽ വിളിച്ചു പറഞ്ഞു. അതൊരിക്കലും പറയിപ്പിച്ചതായിട്ടോ പറയിപ്പിച്ചതായിട്ടോ ഫീൽ ചെയ്യുന്നില്ല. ആ കൊച്ച് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇവൻ ഇതിൻ്റെ അപ്പുറം ചെയ്യും. അങ്ങനെ ആ അമൃതയും അനുഭവിച്ചു. അമൃതയ്ക്ക് മുന്നേ എലിസബത്തിന് നല്ല പോലെ അനുഭവിപ്പിച്ചു. ഇവന് മറ്റേ സർജറി സമയത്തൊക്കെ അവള് വന്ന് ഇരുന്ന് എന്നിട്ടും അവളെ ക്രൂരമായിട്ട് ഇവൻ കുറെ കാട്ടിക്കൂട്ടി. എന്നിട്ട് ഇപ്പോൾ ഇവന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, എലിസബത്ത് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി ലൈഫിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റേ സ്പോർട്സ് ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അടിപൊളിയായിട്ട് ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ട് പോകുന്നു. ഒരു സമയത്ത് അവൾ മെന്റൽ ട്രോമ അനുഭവിച്ചത് വളരെ വളരെ വലുതായിരുന്നു. ഇന്ന് അവൾ അടിപൊളിയായിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവളുടെ അടുത്തിന് കല്യാണം വല്ലതും ഉണ്ടെങ്കിൽ അത് തകർക്കാനാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവൻ വീണ്ടും കച്ചാട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇവൻ എന്തിൻ്റെ കേടാണെന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എന്തായാലും അണ്ണാച്ചി ഞാൻ ചില സമയങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അണ്ണാച്ചിയും കോകിലയും തമ്മിലുള്ള ഫോട്ടോ, അതായത് കോകില കൊച്ചുകുട്ടി അണ്ണാച്ചി വലിയ അണ്ണാനുമായിട്ട് നിൽക്കുന്ന സമയത്തുള്ള ഫോട്ടോ അന്ന് ആരൊക്കെയോ പുറത്തുവിട്ട സമയത്തും അണ്ണനെ കരിവാരി തേക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അണ്ണനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അണ്ണൻ കാണിക്കുന്നതൊക്കെ തൊട്ടി പരിപാടിയാണ്. ഒരു തരത്തിലും ന്യായീകരിക്കാനോ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വകുപ്പുമില്ല. എന്തായാലും അണ്ണാച്ചി പണഞ്ഞാട്ടെ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ വല്ലത് പറയണ്ണ. ഓ നമസ്കാരം. ട്യൂസ്ഡേ 2-ാം തീയതി കേസ് വിളിച്ചിരിക്കുകയാണ്. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. There is no negotiation between no negotiation. ഇത് 10 വർഷം മുമ്പ് തീരുന്ന ഒരു കാര്യം. ഓക്കെ, 10 കൊല്ലം മുമ്പ് തീരുന്ന കാര്യം. അപ്പൊ എല്ലാവരും യൂട്യൂബേഴ്സ് ചില പൊറുക്കികളാക്കാണില്ലേ. അണ്ണൻ പിന്നെ പറക്കിയാണല്ലോ. നമ്മൾ പൊറുക്കി, അണ്ണൻ പറക്കി. മനസ്സിലായല്ലോ? ചില യൂട്യൂബേഴ്സ് പൊറുക്കികൾ ഇരിക്കുക. അണ്ണൻ പറക്കി. അണ്ണനെ പോലെ ഒരു പറക്കി 4 വരി കിട്ടി 4ന്റെ കാര്യത്തെ ഗത അതിൽ 3 അടിച്ച് തൊലച്ച്. അണ്ണനൊരു കില്ലാടി തന്നെ. നമ്മൾ പൊറുക്കിയെങ്കിൽ നിങ്ങൾ പറക്കി, അത്രേ ഉള്ളൂ. എല്ലാരും പറയുന്നു നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു, അറിവ് കെട്ടവങ്ങളാ
The settlement is done in the court, ഓ in front of the judge. ഓ ചെക്കില്ല, DD കൊടുക്കണം. ഉം. കൊടുത്തു കഴിഞ്ഞു. ഉം. എന്നിട്ടും കൊടുക്കാൻ പോയപ്പോഴാണ് ഇത്രയും പ്രശ്നം വന്നത്. അണ്ണ എന്ത് കൊടുത്തു? അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. ഓ 100 പേരില്ലെങ്കിൽ ഒരു 10 പേരെങ്കിലും എന്നെ വിശ്വസിക്കല്ലേ? വീട്ടില് അണ്ണനെ വിശ്വസിക്കും, ഒന്നും പോകില്ല. പിന്നെ ഒന്ന് അണ്ണൻ തന്നെ അണ്ണനെ സ്വന്തമായിട്ട് വിശ്വസിക്കും. പിന്നെ വേറെ ആരെങ്കിലും വാടാക്കിയിട്ട് എനിക്കറിഞ്ഞൂടാ, അല്ലാണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വിശ്വസിക്കാനായിട്ട് പിടിച്ചെടുത്താനായിട്ട്. സന്തോഷ വാർത്ത. ആയിക്കോട്ടെ. നാളെ എനിക്ക് നിയമം കിട്ടണം. കിട്ടുമോ? എപ്പോ? നാളെ എനിക്ക് നിയമം കിട്ടിയിരിക്കണം. ഈ കേരളത്തിൽ എനിക്ക് കിട്ടിയിരിക്കണം. കോർട്ട് പറയണം. ആയിക്കോട്ടെ. ഓ നാളെ എന്തായാലും അണ്ണന് കിട്ടുമെന്നാണ് പറയുന്നത്. അണ്ണൻ DDയും ചെക്കും ഒക്കെ എടുത്ത് പറത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നെണ്ണ 250 കോടി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പലിശ കുറച്ചെടുത്ത് ആദ്യ ഭാര്യ, രണ്ടാമത്തെ ഭാര്യ, മൂന്നത്തെ ഭാര്യയ്ക്കും ചിലവിന് കൊടുത്തിരുന്നെങ്കിൽ മതിയായിരുന്നു. അണ്ണൻ കൊടുക്കണമെന്നൊന്നും പറയില്ല. അണ്ണൻ്റെ നിന്ന് വാങ്ങിച്ച് നക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എങ്കിൽ നാളെ അതും കണക്ക് പറഞ്ഞുകൊണ്ടിരും. ഒരു കിലോ ഏത്തമ്പഴം വാങ്ങിച്ചു കൊടുത്താൽ അണ്ണൻ 2 ദിവസം കഴിയുമ്പോൾ പറയും, ഞാൻ വാങ്ങി കൊടുത്തിരുന്നത് 1 കിലോ ഏത്തമ്പഴം, അതിൽ 4 പഴം ഇടുந்தாச்சு, അതിൽ 3 പഴം അവങ്ങൾ താൻ സാപ്പിട്ടെ, 1 പഴം മട്ടും താൻ ബാക്കിയുള്ളത് എന്നൊക്കെ പറഞ്ഞ് അണ്ണൻ തട്ടി വിടും. അണ്ണനൊരു തള്ളു കേസാണ്, അത് നമുക്കറിയാം. അതിരിക്കട്ടെ. അണ്ണ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അമൃതയുടെ ഒരു പഴയ വീഡിയോയിലോട്ട് പോവാം. ഞാനവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇൻഫാക്ട് എന്റെ സ്വർണം, എന്റെ വണ്ടി ഒന്നും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു, സ്വർണം സ്ത്രീധനം കൊടുത്തിട്ടില്ല, സ്വർണം മൊത്തം പാലച്ചേട്ടൻ ഇടിപ്പിച്ച്. ഇതിനൊക്കെ എന്താ തെളിവുള്ള? എന്റെ ഞങ്ങൾക്ക് ഇളമക്കരയിൽ ഉണ്ടായിരുന്ന ഒരു വീട്, ആ വീട് വിറ്റിട്ടാണ് അച്ഛനും അമ്മയും ആ ഫുൾ സ്വർണവും വാങ്ങിച്ചതും. ജോസ്കൊന്നാ നമ്മൾ ഫുൾ സ്വർണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ പ്രസന്റ് ചെയ്യാം അതിന്റെ ഇൻവോയ്സ്. ആ സ്വർണ്ണമൊക്കെ പോയി. ആ സ്വർണം ഒന്നും വേണ്ട. അതായത് മോൾ ഇത്രയും കേട്ടല്ലോ, ആ സ്വർണ്ണമൊന്നും വേണ്ട. ഈ സ്വർണ്ണം എല്ലാം കൂടി കൂട്ടി വെച്ചും ബാക്കി അവിടെ നിന്ന് ഇവിടെ നിന്നും ബാക്കി 3 ഭാര്യമാരിൽ നിന്നും കൂട്ടി വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് 250 കോടി കൊടുത്തത്. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചത്. ഡിവോഴ്സ് ഫേസിൽ കൂടി ഇത്രയും ടോർച്ചർ കൂടെ പോയപ്പോ എനിക്കൊന്നും വേണ്ട. എല്ലാവരെയും പോലെ ഞാനും കോമ്പൻസേഷൻ ചോദിക്കുമല്ലോ. എന്റെയും ലൈഫ് പോയതാണ്, എന്റെ മോളുടെയും ലൈഫ് പോയതാണ്. എന്റെ പഠിത്തം പോലും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നത്. അപ്പോ എല്ലാ ഡിവോഴ്സും നടക്കണ പോലെ തന്നെ ഞാനും എനിക്കും എന്റെ പാപ്പന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇവിടെ അവള് തുറന്നു പറഞ്ഞു, ചോദിച്ചിരുന്നു കോമ്പൻസേഷൻ. പക്ഷെ ഇവന്റെ നിന്ന് വാങ്ങി നക്കല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കിലോ ഏത്തമ്പഴം വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ അവൻ മറ്റേ 3 പഴത്തിന്റെ കണക്ക് അവൻ പറയും. അതാണ് വേണ്ട. അതിനേക്കാളും പട്ടികളും ജാവുന്നതാണ് നല്ലത്. ഇവിടെ ആ കോടതിയിൽ നിന്ന് വലിച്ചൊണ്ടുപോയ സീനും അതിനുശേഷം മോള് അനുഭവിച്ചിട്ടുള്ള ട്രോമ, അവള് പുറത്തു പോകാൻ പേടിയായിരുന്നു. എന്നെ ഡാഡി വന്ന് പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അവള് സ്കൂളിൽ പോലും പോകില്ലായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവള് സമ്മതിക്കില്ലായിരുന്നു. എന്നെയും അഭിരാമിനെയും അമ്മേനെയും അച്ഛനെയും കെട്ടിപ്പിടിച്ചിട്ട് ഇവിടെ എപ്പോഴും നിൽക്കുള്ളായിരുന്നു. അപ്പൊ ഇങ്ങനെ ട്രോമാറ്റിക് ആയിട്ടുള്ള ആ കുഞ്ഞു ഭാവയ്ക്ക് എടുക്കാൻ പറ്റുന്നതിന് കൂടുതൽ അവള് അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ കേസിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, എനിക്ക് കോമ്പൻസേഷനും വേണ്ട, ഒന്നും വേണ്ട. എന്റെ പാപ്പുവിനെ ഉപദ്രവിക്കാണ്ടിരുന്നാ മതി, പാപ്പുവിനെ ടോർച്ചർ ചെയ്യാം. ഇവന്റെ ഒരു മണ്ണാങ്കട്ടയും വേണ്ട. എല്ലാം അവൾ ഉപേക്ഷിച്ചിട്ട് കേസും കോലാണ്ടിയും എല്ലാം വിട്ടിട്ട് അവളുടെ കാര്യം നോക്കുന്നത്. ഓക്കെ, ഇവിടെ അമൃതയുടെ ഭാഗത്തായാലും എലിസബത്തിന്റെ ഭാഗത്തായാലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവൻ ഇപ്പൊ കാണിക്കുന്ന തൊട്ടിത്തനം ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല, ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി തൊട്ടിത്തനമല്ലോ വന്നിട്ട് വീണ്ടും കാണിക്കുന്നേ. അപ്പൊ പൈസ വേണ്ടെങ്കിൽ നീ കൊച്ചിനെ വേണ്ട എന്നൊരു ക്ലോസിലാണ് നമ്മള് ആ ഡിവോഴ്സ് സെറ്റിൽ ചെയ്യണത്. അതിനകത്ത് ആ ഡിവോഴ്സിന്റെ പേപ്പറിൽ, ലോയേഴ്സ് കാണിച്ച പേപ്പറിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, കല്യാണത്തിന് പോലും ആസ് എ ഫാദർ ഒരു പൈസ പോലും തരില്ല. അപ്പോ അന്ന് തുടങ്ങി പാപ്പുവിന്റെ എല്ലാ എക്സ്പെൻസസും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അച്ഛനും കൂടെ ഇല്ല ഞങ്ങൾക്ക്. അപ്പോ വീട്ടിലത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 60 വയസ്സായിട്ടുള്ളൊരു അമ്മ, പിന്നെ ഒരു ടീനേജർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി,
ഞാൻ അബി ഞങ്ങള് 4 പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു വീടാണ്. അമ്മ ബി പി അസുഖങ്ങളൊക്കെ ഉള്ള ഒരു 60 വയസ്സുള്ള ഒരു അമ്മയ്ക്ക് ഉള്ള അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. അമ്മ ഡിപ്രഷൻ. ഇത് കുറച്ച് നാളെ മുന്നേ ഉള്ളതാണ്. ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അന്ന് അമൃത പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഈ നാളെയെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് പാപ്പു ഇതിന് ശേഷം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ ക്രൂരതകളാണ് നമ്മൾ കാണിച്ചു കൂട്ടി വെച്ചിട്ടുള്ളത് ഈ പെണ്ണിനോടും എലിസബത്തിനോടും ഒക്കെ. ഇവർ രണ്ടുപേരും ഒരുപാട് സഫർ ചെയ്ത് ഇവൻ്റെ കൂടെ നിന്നു. അതിനുശേഷം ഗതികെട്ടപ്പോൾ അവർ പോയി. ഇപ്പം എന്താ ഒരു അടിമയെ കിട്ടിയിട്ടുണ്ട് അവൻ. അതും വെച്ചാൽ അവൻ ഇരിക്കുകയാണ് മറ്റേ അടിമയും. ഇനി എലിസബത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കൊടുക്കും. ഇതൊക്കെ കാണുമ്പോൾ അവന് കുരു പൊട്ടും. ഏത് ഇങ്ങനെ അവൾ എൻജോയ് ചെയ്ത് നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഓഫ് കോഴ്സ് ഈ ആക്ടർ ബാലയ്ക്ക് കുരു പൊട്ടും. അവളെ കാര്യം ഒക്കെ നോക്കി അടിപൊളിയായിട്ട് പറഞ്ഞടിച്ച് കിടക്കണം. സ്പോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ മൂന്നായി. ആ ഒരു ഡിപ്രഷനിലെന്നൊക്കെ അവളെല്ലാം മാറി. ഇപ്പോൾ അവൾ സെറ്റായി ലൈഫിൽ. ഉണ്ടാ അടിപൊളിയായിട്ട് അവൾ എൻജോയ് ചെയ്ത് ഓട്ടം ചാട്ടം സ്പോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതാ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ആർക്ക് ചൊറിയും? ബാലച്ചട്ടനും ചൊറിയും. അപ്പോൾ ബാലച്ചട്ടൻ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ ഇവർ മെൻ്റലി വീണ്ടും ഡൗൺ ആവും. ഈ എലിസബത്ത് അല്ലെങ്കിൽ മെൻ്റലി ഒട്ടും സ്ട്രോങ് അല്ലാത്തൊരു ലേഡിയാണ്. അപ്പോൾ അവർ ഒരുപാട് സഫർ ചെയ്ത് അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ മൂന്നായി സെറ്റായി ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവന് ചൊറിയും. കാരണം ഇവൻ ഇനി ഇവരെയൊക്കെ പിടിച്ചിട്ട് വീണ്ടും അവിടെ വീട്ടിൽ ഈച്ചടിച്ചിരുന്ന് വീഡിയോ ചെയ്ത് ഇവരെയൊക്കെ വീണ്ടും വലിച്ചതിൻ്റെ അകത്തിടുമ്പോൾ ഇവരൊക്കെ പ്രതികരണമായിട്ട് വരും. വീണ്ടും ഒരു ഇതേ മെൻ്റൽ ആ പഴയ ട്രോമയിലോട്ട് അവർ വീണ്ടും കടന്നു പോകും. അതാണ് അവൻ്റെ ലക്ഷ്യം. അതാണ് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാണ്ട് ഇവൻ്റെ മറ്റേ കൊണാച്ച പരിപാടിയൊന്നുമില്ല. ഇവൻ ആരോ എടുത്തിട്ട് വീണ്ടും അലക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ പോലും പട്ടിക്കുഞ്ഞ് പോലും ഇവൻ്റെ വീഡിയോ എടുക്കില്ല. പക്ഷേ ഇവൻ ഇപ്പം നമ്മളൊക്കെ എടുക്കുന്നതിൻ്റെ റീസൺ ഇവൻ ഇനി വളരാൻ പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വീണ്ടും ഈ പഴയ പാവപ്പെട്ട ഭാര്യമാരെ വലിച്ചതിൻ്റെ അകത്തിട്ട് ഇവൻ വീണ്ടും വിഷയങ്ങളുണ്ടാക്കി ഇവൻ ഇങ്ങനെ ലൈം ലൈറ്റിൽ ആക്ടർ ബാല കൊണച്ചയെന്ന് പറഞ്ഞുകൊണ്ട് തിളങ്ങി നിൽക്കണം. പിന്നെയും മെൻ്റൽ ട്രോമയിലോട്ട് തള്ളിയിടണം. അതിന് കൂട്ടു നിൽക്കുകയാണോ അവൻ്റെ ഇപ്പോഴത്തെ ഭാര്യ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. സീരിയസ്ലി എൻ്റെ ഒരു ഡൗട്ടാണ്. ഓക്കെ, ഒരു കേക്ക് കട്ടിങ് വീഡിയോ ആണ്. ആയിക്കോട്ടെ. ഇതൊക്കെ ആഘോഷിച്ച് വയസ്സാം കാലത്ത് അവിടെ എല്ലാവരും ഇരുന്ന് 2 ചൊറിയും കുത്തി അവിടെ ഇരുന്നാൽ പോരാടാ ബാലെ. ചുമ്മാ ആവശ്യമില്ലാതെ എന്തിനാ ഇപ്പം വള്ളിക്കെട്ട് പരിപാടികളൊക്കെ. വീഡിയോ ഒന്ന് തല വീഴാതെ നോക്കിയോ. കട്ട് പണ്ണ്. അല്ല ഇതൊക്കെ കട്ട് പണി അവിടെ ഇരുന്നാ പോരാ എനിക്ക്. நல்லதா வானம் சும்மாரி பெய்யும் அப்படிங்குவாங்க. வானமே வந்து வாழ்த்து நன்றி. எல்லாரும் கொடுக்க மழை மழை எல்லாரும் ஓடுங்க உள்ள ஓடுங்க. അങ്ങനെ എങ്ങനെയൊക്കെ എൻജോയ് പണി അവിടെ ഇരുന്നാൽ പോരാ എന്നാടാ ബാലച്ചേട്ടാ. നീ എന്നാ ഗീരവത്തിനെ ഇപ്പോൾ ഒരു വിപ്ലവമായിട്ട് ഇറങ്ങിയിട്ടുള്ള നിനക്ക് തന്നെ സ്വയം നിന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നില്ല? എനിക്ക് നിന്നോട് ഭയങ്കര പുച്ഛം തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഇനി ആണ് എൻ്റെ അടുത്ത കലാതിലകമായിട്ടുള്ള വീഡിയോ. മൊട്ടച്ചേട്ടൻ നമ്മുടെ അരുൺകുമാറിനെയൊക്കെ പിടിച്ചിടുന്നു. അരുൺകുമാറാണ് എൻ്റെ ലൈഫ് നശിപ്പിച്ചതെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. കാണാം. എല്ലാവർക്കും നമസ്കാരം. ഓ നമസ്കാരം. പറയടേ. അന്നേ പറഞ്ഞു 27-ാം തീയതി പിറന്നനാൾ അന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു. നാളെ 2-ാം തീയതി കേസ് ഉണ്ട് അല്ലേ? டார்ச்சர் பண்றாங்க. ആരെണ്ണാനെ ടോർച്ചർ പണിയത്? ആര് പണി അണ്ണാനെ ടോർച്ചർ? എൻ്റെ പൊന്നെണ്ണ എനിക്ക് തോന്നുന്നില്ല അവരാരും നിങ്ങളെ പറ്റിയിട്ട് ഒന്നും വന്ന് പറയുന്നില്ല. ഇനി ഒരു യൂട്യൂബേഴ്സ് നിങ്ങളുടെ കാര്യം എടുക്കുന്നില്ല. പിന്നെ ഇപ്പം എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ കോണാത്തിൽ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എടുക്കും. അല്ലാണ്ട് ആരും നിങ്ങളെ പറ്റി സംസാരിക്കുന്നില്ല. ഒരു വട്ടിക്കുഞ്ഞു പോലും നിങ്ങളെയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ സ്ഥിതിക്ക് എന്നാത്തിനാണ് എന്നാ കടിയാണ് അണ്ണൻ കാണിക്കുന്നതെന്നാണ് எனக்கு ചോദിക്കാനുള്ളത്. நான் அண்ணாங்கிட்ட தான் நான் சொல்கிறேன், தமிழில் சொல்கிறேன். அண்ணா உங்களுக்கு என்ன கடி இருக்கு அந்த மாதிரி கடி இருக்கிறதுக்கால நீங்கள் வந்து இந்த மாதிரிலாம் பேச்சுற ഉളുപ്പ് കിടയാതാ. ആറാട്ടണ്ണൻ്റെ വീട്ടിൽ തോക്കെടുത്തോണ്ട് പോയാലും നീ എൻ്റെ അടുത്ത് നെഞ്ചി തട്ടുവാ തോക്കം കൊണ്ട് തല്ലേ വെടിവെച്ചിട്ട് വന്നാലും ദൈവത്തിനറിയാം. അണ്ണാ പറ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം. തമ്പി എന്നാ പറഞ്ഞ് മനസ്സിലാക്കി. இதுக்கு முன்பு ஒண்ணுமே வேண்டான்னு പറഞ്ഞ ஆளுங்க, ஒண்ணுமே வேண்டான்னு
ക്യാമറ മുമ്പ് അഭിനയിച്ചിട്ടറിഞ്ഞ ആളുകൾ എന്നെ വിളിച്ച് വരുത്തി വയ്യാതിരിക്കുന്ന സമയത്ത് അന്ന് നീ വന്നല്ലേ ഇവ വന്നിരുന്നു അല്ലേ? ഈ വിളിച്ച് കരഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് അമൃതയായിരിക്കും അല്ലേ? അമൃതയായിരിക്കും, അല്ലെങ്കിൽ എലിസബത്ത്. ഇതിലാരെങ്കിലും ഒരാളായിരിക്കുമല്ലോ. എലിസബത്ത് ആവാൻ ചാൻസ് ഇല്ല, അമൃതയായിരിക്കണം. ഓക്കെ, പറ. 10-ാം തീയതിയാ? 9-ാം തീയതിയാ? ആണോ? ഞങ്ങൾ അവിടെ ഇരുത്തി വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒന്നു. അതെല്ലാം പോട്ടെ. പിന്നെ ഫോൺ കോളിൽ വിളിച്ച് നെഗോസിയേഷൻ നടത്തുന്നുണ്ട്. കേരളത്തിലുള്ള എല്ലായിടത്തും ഒരു ചോദ്യം ചോദിക്കാണ്. ഞാൻ എത്ര പേർക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കറിഞ്ഞൂടാ എന്ത് ചെയ്യണമെന്ന്. എനിക്ക് എൻ്റെ പൊന്നെണ്ണ, നിങ്ങൾ വായും വെച്ച് മിണ്ടായിരിക്കൂ. വേറെ ഒന്നും ചെയ്യണ്ട, ഒന്ന് നിർത്തിപ്പോകൂ. ഒന്നും ദയവ് ചെയ്തിട്ട് നിർത്ത്. എന്നിട്ട് വല്ല റീൽസൊക്കെ കോകിലായിട്ടൊക്കെ ഡാൻസ് കളിച്ചിട്ട് നിങ്ങൾക്ക് റീച്ച് കിട്ടും. അല്ലാണ്ട് ദയവ് ചെയ്തിട്ട് ഒന്ന് നിർത്ത്. വെറുപ്പിച്ച് പണ്ടറടക്കുന്ന നാട്ടുകാരെ പ്രാക്കും കൂടി വാൻ ചോദിക്കാതെ. ഒരിക്കൽ പോയിട്ട് വന്നതല്ലേ, അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങിയില്ലേ. ഇങ്ങനെ പോലെ ഒരു വള്ളിക്കെട്ട് കേസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നാ കോപ്പി ചെയ്ത് ഇപ്പവും 2 ലക്ഷം രൂപ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതിയില് പറയുന്നു. அந்த റിപ്പോർട്ടർ ചാനലില് ഒരു മൊട്ട മണ്ടയാണ്. മൊട്ടത്തല അവൻ പേരെന്താ? അരുണാ? മൊട്ട മണ്ട അരുൺ, നീ കാരണമാണ് ഇത്രയും പ്രശ്നമായത് എന്റെ കുടുംബത്തിൽ. ഇത്ര ഇതായിട്ട് പരീക്ഷിച്ചിരിയോ ചേട്ടാ? മുട്ടച്ചേട്ട മുട്ടറുണേ നീ കാണുന്നതാണാ ഇവളെ ഒപ്പച്ചനായിട്ടേ സവാൾ വിടറേണ്ട. അന്ത മതിൽ ബാച്ച് കേട്ടപ്പോ ചിരിയുണ്ട്. പാവ മുട്ടച്ചേട്ടാ, ഇതൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ? നാളെ നിങ്ങൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് രാവിലെ വീഡിയോ എടുത്തിട്ട് അലക്കി കൊടുക്കും. എന്നടാ സട്ടേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തിരിച്ചു പറയാം. നിങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് അടിക്കുക, നല്ലൊരു സാരിക്കും കേടാ. എന്ത് അടിസ്ഥാനത്തിൽ എന്നെ നീ വിളിച്ചു? എന്ത് അറിയാം നിനക്ക്? അരുണേ, മുട്ടതന്നെ നീ മണ്ടയിലും ഒന്നുമില്ല, അകത്തൊന്നുമില്ല. എന്റെ അടിസ്ഥാനം അയ്യോ, മണ്ടയിലൊന്നുമില്ല, അകത്തൊന്നുമില്ല. ഇത് കോമഡിയാട്ടാ, ഇതായിരിക്കും ഇഷ്ടപ്പെട്ട്. കോമഡി അതൊന്നുമല്ല, കോമഡികളൊക്കെ പറയാം. അല്ലാണ്ട് ജിമ്മ വന്നിരുന്നു എന്നെ നശിപ്പിക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടി ഇറങ്ങി ആ പെണ്ണുങ്ങളെ വെറുതെ. എന്നിട്ട് ഇതുപോലെ വല്ലതൊക്കെ പറയാം. എന്നിട്ട് നമുക്കൊക്കെ നേരെ പ്രതികരിക്കും. അതൊക്കെ രസമുണ്ട് കാണാൻ. 15 ലക്ഷം രൂപ ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ ന്യൂസ് ഇടും? അപ്പടിയാ? ആണോ? അവിടേന്ന് തുടങ്ങിയതാ ഈ പ്രശ്നം. എന്ത് അടിസ്ഥാനം? உங்களுக்கு ரெக்கார்ட்ஸ் இருக்கணும். ரெக்கார்ட்ஸ் இல்லாம ஒரு சாட்டலைட் சேனல், ரிப்போர்ட்டர் சேனல் எப்படி எங்க நீங்கள் அது பாருங்க. இஃப் யூ டேர் கம் இன் லைவ் எங்கிட்ட பேசு, லைவ்ல பேசு. அருண் தானே அவன் பேரு? மொட்டையா இருப்பான் அருண். லைவ்ல பேசு. என் குடும்பம் எவ்வளவு கஷ்டப்படுது മനസ്സിലാവുന്നുണ്ടോ? നീ പറഞ്ഞ ഒരു കള്ളത്തനം കൊണ്ട് ആക്ടർ ബാല ഒരു കുടുംബം നശിപ്പിക്കാനാണ്. പിന്നെ അവളുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. ആയിക്കോട്ടെ, ഞാൻ തെറ്റ് ചെയ്തില്ലെന്നുള്ള എല്ലാ എവിഡൻസും ഞാൻ കൊടുത്തു കഴിഞ്ഞു. സൂപ്പർ. ഞാൻ ഇട്ടിരിക്കുന്ന FD ഡെപ്പോസിറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. കോടതിയെ എങ്ങനെ പഠിക്കാൻ പറ്റും? നിങ്ങൾ മണ്ടന്മാരാണോ? സംഭവം സ്വത്തെല്ലാം കൈമാറി വച്ചിരിക്കുന്നു എന്നാണ് അണ്ണൻ പറയാതെ പറഞ്ഞു വെക്കുന്നത്. 250 കോടി സ്വത്ത് കോകിലേക്ക് കൊടുത്തെന്ന് പറയുമ്പോൾ അത് കോടതിയിൽ നിന്ന് ഇനി പിള്ളേർക്ക്, അതായത് പാപ്പുവിനൊക്കെ കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആയിരിക്കണം എന്നല്ല ആണ് ഈ ബാലചേട്ടൻ കാണിക്കുന്നത്. മനസ്സിലായോ? അത് പാപ്പു സ്വന്തം മകളാണല്ലോ. അപ്പം അച്ഛൻ്റെ സ്വത്തിൽ അവകാശം ആർക്ക് വരും? മകൾക്ക് വരും. അങ്ങനെ നാളെ അവകാശം പറഞ്ഞ് വരാതിരിക്കാനും ഒന്നിനും വേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബാലചേട്ടൻ കാണിക്കുന്ന പരിപാടിയാണിത്. 250 കോടി, മിക്കവാറും 25,000 രൂപ സ്വത്തായിരിക്കും. എന്തായാലും ആവട്ടെ. എന്തായാലും ഉള്ളതെല്ലാം കോകിലയുടെ പേരിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പാപ്പുവിന് അവകാശം പറഞ്ഞ് വരാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള നല്ല കളിയാണ്. സൂപ്പറാണ്, ബുദ്ധിമാനാണ്. കോടതി മുമ്പ് വെച്ചല്ലോ ഒപ്പിടുന്നത്.
അവിടെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, കാശ് അവിടെ വെച്ചിട്ടല്ലേ കൊടുക്കുന്നത്, DT ആയിട്ട് കൊടുക്കുന്നത്. ഒരു ബോധം വേണ്ടേ നിങ്ങൾക്ക്? റിപ്പോർട്ടേഴ്സാണ്, ഒരു ബോധം വേണ്ട നിങ്ങൾക്ക്? അറിവില്ലേ? അറിവ് വേണ്ടേ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ അരുണ് എന്നെ വിളിക്കും. ഇത് സംഭവം എന്താണെന്നോ, ഇത് പഴയ കേസാണ്. അപ്പം മുട്ട അരുണുമായിട്ടുള്ള വിഷയമാണ്. ഇപ്പോൾ വന്നിരുന്ന അരുണിനെ വെല്ലുവിളിക്കുന്നത് ഇവന് മീഡിയയിൽ വീണ്ടും കയറണം. ആർക്ക്? ബാലയ്ക്ക് വീണ്ടും മീഡിയയിൽ വന്നിരുന്ന് ചർച്ചാ വിഷയമാക്കി ഇതിനെ വലിയ ചർച്ചാ വിഷയമാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം മുട്ട അരുണിനെ പിടിച്ച് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. അങ്ങനെ വരുമ്പം റിപ്പോർട്ടർ ചാനലിലെ മുട്ട അരുൺ വീണ്ടും ഈ പറയുന്ന ബാലയെ വിളിക്കുകയും അതേ തുടർന്ന് വീണ്ടും അത് ന്യൂസിൽ വന്നിരുന്ന് ലൈവ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്നുണ്ട. ബുദ്ധിമാനാ, കുരുട്ട് ബുദ്ധി എന്നേ ഉള്ളൂ. പക്ഷെ ഇത് ഇവൻ്റെ അപ്പുറം കുരുട്ട് ബുദ്ധി നമ്മളായതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് കത്തും. മനസ്സിലായോ? അതിനാണ്. അതായത് ലൈവിൽ വിളിക്ക് വെല്ലുവിളിക്കുന്നു എന്നൊക്കെയുള്ള സെറ്റപ്പിൽ പറയുമ്പോൾ മുട്ടച്ചാട്ടം എന്ത് ചെയ്ത് നമ്പർ എടുത്ത് ഡയൽ ചെയ്ത് വാടാ ബാലേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലയെ വിളിക്കും. അവിടെ വന്നിരുന്ന് ബാലയ്ക്ക് കുറെ തിളങ്ങാമല്ലോ മീഡിയയിൽ, ഏത് സാറ്റലൈറ്റ് ചാനലിൽ വന്നിരുന്ന് തിളങ്ങുമ്പോൾ അത് അതിൻ്റെതായ ഒരു പവറാണല്ലോ. വീണ്ടും മീഡിയയിൽ ഇത് ചർച്ചയാവുന്നു, വലിയ വിഷയമാവുന്നു. അതിനുള്ള നല്ല ഒന്നാം തരം കളിയാണ്. ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്കി, ഞാൻ പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? അമ്മാതിരി കളിയാണ് കളിക്കുന്നത്. കാരണം ഇവൻ കുരുട്ട് ബുദ്ധിയാണ് കളിക്കുന്നത്. ഇവനേക്കാളും കുരുട്ട് ബുദ്ധിയാണ് ഞാൻ. അപ്പം ഇവൻ ചിന്തിക്കുന്ന കുരുട്ട് ബുദ്ധിയുടെ അപ്പുറത്ത് നിന്ന് ഞാനും ചിന്തിക്കും. അപ്പം നമുക്ക് കണക്കാവുന്ന കാര്യമാണ്. ഇനി അതുപോലെ തന്നെ സ്വത്ത്, 250 കോടി സ്വത്ത് ഉണ്ട് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ഇവനെ ഇത് 250 ഇതിന് മാത്രം ഇരിക്കുന്നെങ്കിൽ ED റെയ്ഡ് പറഞ്ഞു എവിടെ നിന്ന് വന്നെന്ന്. ഓക്കെ, ഇനി അങ്ങനെ സ്വത്തുണ്ട്, അത് ഗോകുലേക്ക് കൈമാറിയെന്നാണ് പറയുന്നത്. കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിൽ അവകാശം പറഞ്ഞ് ഈ പറയുന്ന പാപ്പു സ്വന്തം ചോരയാണല്ലോ. സ്വന്തം ചോരയാകുമ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ഇവൻ തട്ടിപ്പോയാലും അവകാശം പറഞ്ഞ് വരാൻ പറ്റും. അങ്ങനെ അവകാശം പറഞ്ഞ് വരാതിരിക്കാനാണ് സ്വത്ത് ഓൾറെഡി എല്ലാം മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റുന്നത്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ, അവകാശം പറഞ്ഞ് വരാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന ആളുടെ സ്വത്തിൽ അവകാശം വരുന്ന ആർക്കാം? സ്വന്തം ചോരയിൽ പിറന്ന മകൾക്ക് അല്ലെങ്കിൽ മകന്, അങ്ങനെ വരും. അതുകൊണ്ടാണ് എല്ലാം ബുദ്ധിപൂർവ്വം കളിക്കുന്നത്. നല്ല കുരുട്ട് ബുദ്ധിയാണ്. അത് ഇരുന്നൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവൻ്റെ ഈ നാറിയ കുരുട്ട് ബുദ്ധി കാരണമാണ് ഈ ഗതിയിൽ ഇങ്ങനെ ആയത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം മുട്ടച്ചട്ടന് ഇരുന്ന് വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ലൈവിൽ വാങ്ങുക, ചർച്ച പണ്ടറ എന്നൊക്കെ പറയുമ്പോൾ നേരെ ഇവർ മീഡിയയിൽ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അവിടെ ചർച്ചാ വിഷയമായി, പിന്നെ ഭയങ്കര വിഷയമായി. ഇവൻ വന്നിരുന്ന് വീണ്ടും അമൃതയും എലിസബത്തിനെയും അതിന് മുന്നത്തെ ഭാര്യയൊക്കെ കുറ്റം പറയും, കുറേ ഇങ്ങനെ അടിച്ചുവിടും. ഇവൻ ആരൊക്കെ ചേർന്ന് ഇപ്പോൾ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പട്ടിക്കുഞ്ഞോലും തിരിഞ്ഞു നോക്കുന്നില്ല. തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ ഇവൻ്റെ കുന്തളിപ്പ് കാണിക്കുന്നതാണ്. ഇവന് വീണ്ടും ഇവിടെ മീഡിയയിലൊക്കെ കയറുന്നു, ചർച്ചാ വിഷയമായി. എല്ലാ ഓൺലൈൻ മീഡിയാസും ഇന്റർവ്യൂ ചാനലൊക്കെ വന്നിരുന്ന് നാണ് പൊട്ടന എന്നൊക്കെ പറഞ്ഞ് കുറേ കൊണയടിച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ള പുതിയ നാടകമാണ്. ആ പെണ്ണുങ്ങൾ അനുഭവിച്ചതും നിന്റെ സ്വന്തം ചോരയിൽ പറന്നിട്ടുള്ള മോൾ അനുഭവിച്ചതിന് കൈ കണക്കൂല കേട്ടാ. ഇനി അങ്ങോട്ട് കൊണയടിക്കാൻ പോകാതിരി. ചോദിക്കാനും പറയാനും അവർ ആരും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണയടിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്നു കിടന്ന് വായത്താളം അടിക്കില്ല കേട്ടാ. ആക്ടർ ബാലെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താകെ പുതിയൊരു വീഡിയോ ഇടണം.